നാം കാത്തിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. തിരുവെഴുത്തുകൾ തുറന്ന് നമുക്ക് 57 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 57 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. എല്ലാവരും ബൈബിൾ തുറന്നെന്ന് വിശ്വസിക്കുന്നു. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. നമ്മൾ ഇന്ന് രാത്രിയിൽ ചിന്തിപ്പാൻ പോകുന്നത് ഈ 1-ാം വാക്യത്തിലെ ആസ്പദമാക്കിയാണ്. അൻപത്തിയേഴാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സ്തോത്രം. ഈ സങ്കീർത്തനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു സ്വർണ ഗീതമാണ്. 2, ഈ സങ്കീർത്തനത്തിന്റെ രാഗം നശിപ്പിക്കരുതേ എന്നുള്ള രാഗമാണ്. എനിക്ക് തോന്നുന്നു ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ 150 സങ്കീർത്തനങ്ങളിൽ നേർപകുതിയും ദാവീദിന്റെ തന്നെയാണ്. അതായത് 75 സങ്കീർത്തനങ്ങൾ. അതിൽ 75 സങ്കീർത്തനം ദാവീദ് എഴുതിയതിൽ സ്വർണഗീതം എന്ന തലക്കെട്ടിൽ ചില സങ്കീർത്തനങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു. സ്വർണഗീതം എന്ന തലക്കെട്ടിൽ. സ്തോത്രം. ഉദാഹരണമായിട്ട് 16-ാം സങ്കീർത്തനം ഒരു സ്വർണഗീതമാണ്. ശേഷം 56 മുതൽ 60 വരെയുള്ള സങ്കീർത്തനങ്ങൾ സ്വർണഗീതമാണ്. അപ്പോൾ 16-ാം സങ്കീർത്തനവും 56 മുതൽ 60 വരെയുള്ള 5 സങ്കീർത്തനങ്ങളും അങ്ങനെ ഒരു 6 സങ്കീർത്തനങ്ങൾ സ്വർണഗീതം എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. എന്താണ് ഈ സ്വർണഗീതത്തിന്റെ പ്രത്യേകത? സ്തോത്രം. മലയാളം ബൈബിളിലാണ് ഈ സ്വർണഗീതം എന്ന് മാത്രമേ കാണുന്നുള്ളൂ. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇംഗ്ലീഷോ എബ്രായ ഭാഷാന്തരങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെയൊക്കെ മിക്റ്റാം ഓഫ് ഡേവിഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. മിക്റ്റാം ഓഫ് ഡേവിഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. സ്വർണഗീതത്തിന് ദാവീദിന്റെ ഒരു സ്വർണഗീതം എന്നതിന് പകരം മിക്റ്റാം ഓഫ് ഡേവിഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. എന്താണ് ഈ മിക്റ്റാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതറിഞ്ഞാലേ നമുക്ക് സ്വർണഗീതം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ഈ മിക്റ്റാം എന്ന് പറയുന്നത്? മിക്റ്റാം എന്നതിന് വിവിധ അർത്ഥങ്ങളുണ്ട്. ഒന്നല്ല ഒന്നിലധികം ആശയങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നു. എന്നാൽ അതിൽ മിക്റ്റാം എന്ന എബ്രായ പദത്തിന്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കാണുന്ന പദത്തിന് ആപ്റ്റായിട്ടുള്ള ഒരു അർത്ഥം ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ് എന്നുള്ളതാണ്. ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായി ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ് എന്ന് പറഞ്ഞാൽ? സ്തോത്രം. ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം, ദാവീദ് തന്റെ കൈകൾ കൊണ്ട്, തന്റെ കരങ്ങൾ കൊണ്ട് തന്റെ വാ മൂടി വെച്ചിട്ട് എന്തൊക്കെയോ പറയുകയാണ്. സ്തോത്രം.
എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വന്തം കൈകൊണ്ട് തൻ്റെ വാക്കുകൾ അടക്കി വെച്ചിട്ട് തൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ പറയുകയാണ്. ആ വാക്കുകളെയാണ് ദൈവം സ്വർണഗീതമായി പുറത്തു കൊണ്ടുവരികയാണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് ഈ തലമുറയിൽ ചില സ്വർണഗീതങ്ങൾ നിങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ദൂരസ്ഥന്മാരുടെ ഇടയിലെ മിണ്ടാത്ത പ്രാവാകണം. സ്തോത്രം. എന്താണ് അതിന്റെ അർത്ഥം? ഫോർ എക്സാമ്പിൾ പറയാം. ഞാന് ഷൂപാസെ വളരെ ബഹുമാനിക്കുകയാണ്, റെസ്പെക്ട് ചെയ്യാണ്. എന്റെ മനസ്സിൽ അദ്ദേഹത്തോടൊരു ബഹുമാനവും റെസ്പെക്റ്റും ഉണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടപ്പോൾ എന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് വഴക്ക് പറയുകയാണ്, ശകാരിക്കുകയാണ്. എനിക്ക് തിരിച്ച് ശകാരിക്കാൻ അറിയാം, സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള പ്രാപ്തിയും വാക്കുമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തോടുള്ള ബഹുമാന നിമിത്തം, റെസ്പെക്ട് നിമിത്തം ഒന്നും പറയാൻ പറ്റുന്നില്ല. സ്തോത്രം. എന്നാൽ ഇതേ സമയം ഷൂപ്പാസ് തൃശ്ശൂർ ഇരിക്കുക, ഞാൻ കോട്ടയത്ത് ഇരിക്കുക. തൃശ്ശൂർ ഇരുന്നുകൊണ്ട് ഷൂപ്പാസ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് കോട്ടയത്തിരിക്കുന്ന എന്നെ ശകാരിച്ചാൽ ഫോൺ അങ്ങോട്ട് ഷൂപ്പാസ് വെച്ച് കഴിയുമ്പം ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് 2 ചാട്ടം ചാടിയിട്ട് ഷൂപ്പാസ് 2 വർത്താനം എൻ്റെ വീട്ടുകാരുടെ എല്ലാം കേൾക്കെ പറയും. കാരണം റെസ്പെക്ട് ചെയ്യാനും ബഹുമാനിക്കാനും പുള്ളി അടുത്തില്ല. ഞാൻ പറയുന്നത് വിട്ട് പുള്ളി അറിയുന്നുമില്ല. സ്തോത്രം. പക്ഷേ ഈ അവസരത്തിൽ കർത്താവ് പറയുകയാണ്, നിന്റെ അടുത്ത് പലരും കാണത്തില്ല. നിന്റെ ശത്രുക്കളാകട്ടെ, നിന്നെ ശകാരിച്ചവരാകട്ടെ, പലരും അടുത്ത് കാണത്തില്ല. അവർ ദൂരത്തായിരിക്കാം. നീ പറയുന്നത് അവർ കേൾക്കത്തില്ല, നീ സംസാരിക്കുന്നവർ അറിയത്തില്ല. പക്ഷേ അവരെ ശകാരിക്കാനും അവർക്കെതിരെ സംസാരിക്കാനും അവർക്കെതിരെ പ്രതികരിക്കാനും നിനക്ക് കഴിയും. ആ സാഹചര്യത്തിലും നിന്റെ വായ് പൊത്തിപ്പിടിച്ച് നിന്റെ വാക്കുകൾ അടക്കി നീ ഇരിക്കാൻ തയ്യാറായാൽ നിന്നിൽ നിന്ന് ചില സ്വർണഗീതങ്ങൾ കർത്താവ് പുറത്തു കൊണ്ടുവരും. സ്തോത്രം. അങ്ങനെയുള്ള ചിലരെയാണ്, ചില ദൂരസ്ഥന്മാരുടെ ഇടയിലെ മിണ്ടാത്ത പ്രാവുകളെ 2025 പരിശുദ്ധാത്മാവ് അന്വേഷിക്കുകയാണ്. നിങ്ങൾ ഉപവാസം ഇരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഉപവാസത്തിൽ നിങ്ങൾക്കൊരു രൂപാന്തരം ഉണ്ടായെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് ഒരു തീരുമാനത്തോടെ എഴുന്നേൽക്കണം. ഞാൻ ദൂരസ്ഥന്മാരുടെ ഇടയിൽ ഒരു മിണ്ടാത്ത പ്രാവാകാൻ പോവുകയാണ്. ഈ വർഷം ചില സ്വർണ്ണ ഗീതങ്ങൾ എന്നിൽ നിന്ന് പുറത്തു വരണമെന്ന് ഈ രാത്രിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ നിശ്ചയം നിങ്ങളെ ഉപയോഗിക്കാൻ നമ്മുടെ കർത്താവ് ശക്തനായ ദൈവമാണ്. സ്തോത്രം. അപ്പോൾ ഇതാണ് മിക്റ്റാം ഓഫ് ഡേവിഡ്, സ്വർണഗീതം ദാവീദിന്റെ. നമുക്കൊക്കെ ഈ സ്വർണഗീതം പുറത്തു വരണമെന്ന് വലിയ ഇഷ്ടമാണ്. നമ്മളിൽ നിന്ന് എന്ത് വരണം? നമ്മുടെ പ്രസംഗം നല്ലതാണെന്ന് ആളുകൾ പറയണം, നമ്മുടെ പാട്ട് കൊള്ളാമെന്ന് പറയണം, വെറൈറ്റി പ്രവചനമാണെന്ന് പറയണം. ഇതൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷേ സ്വർണഗീതം പുറത്തു വരണമെങ്കിൽ നീ ആദ്യം മിണ്ടാത്ത പ്രാവാകണം. നിന്റെ വാക്കുകൾ പലതും വാ പൊത്തി അടക്കണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ കർത്താവ് നിങ്ങളിൽ നിന്ന് സ്വർണഗീതങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. സ്തോത്രം. ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആ വാക്യത്തിലോട്ട് വരാം. ഈ സങ്കീർത്തനത്തിന്റെ രാഗം നശിപ്പിക്കരുതേ എന്ന രാഗമാണ്. ഞാൻ സാധാരണ ഈ രാഗം പറയാറുള്ളത്, എൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേരെന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഈ രാഗം, നശിപ്പിക്കരുത് എന്ന്. സ്തോത്രം. ഈ നശിപ്പിക്കരുത് എന്നുള്ള രാഗം
അത് 3 രീതികളിൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രാഗത്തിൽ ദാവീദ് എഴുതിയ വേറെയും സങ്കീർത്തനങ്ങളുണ്ട്. ഈ 57-ാം സങ്കീർത്തനം ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു 4 സങ്കീർത്തനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു, നശിപ്പിക്കരുതേ എന്നുള്ള രാഗത്തിൽ. 57-ാം സങ്കീർത്തനം ഉണ്ട്, 58 ഉണ്ട്, 59 ഉണ്ട്, 75 ഉണ്ട്. സ്തോത്രം. 4 സങ്കീർത്തനങ്ങളും നശിപ്പിക്കരുതേ എന്നുള്ള രാഗത്തിൽ. എനിക്ക് തോന്നുന്നു ദാവീദിനേക്കാളൊക്കെ മുമ്പ് മോശയാണെന്ന് തോന്നുന്നു ഈ ഈ രാഗം ഉപയോഗിച്ചത്. സ്തോത്രം. ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൽ മോശ ഈ രാഗം ഉപയോഗിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 26-ാം വാക്യത്തിൽ നശിപ്പിക്കരുതേ എന്നുള്ള രാഗം ഉപയോഗിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താ ഇവിടുത്തെ പശ്ചാത്തലം? സ്തോത്രം. 25-ാം വാക്യത്തിൽ ആ പശ്ചാത്തലം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ദൈവം പറയാണ്, ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ യഹോവയോട് മത്സരികളായിരിക്കുന്നു. സ്തോത്രം. എന്താ അതിന്റെ പശ്ചാത്തലം? ഇവര് കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി ആരാധനയൊക്കെ കഴിച്ച്, ആ വിഷയത്തിനെ തുടർന്നാണ് ദൈവം സംസാരിക്കുന്ന ഭാഗമാണിത്. സ്തോത്രം. അപ്പൊ ദൈവം പറയാണ്, ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ യഹോവയോട് മത്സരികളായിരിക്കും എന്ന സ്റ്റേറ്റ്മെന്റ് അതല്ലേ? ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ എന്ന് പറഞ്ഞാൽ എന്തോ? എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ എൻ്റെ ജനത്തിന്റെ നിലവിളി കേട്ടു, ഞാൻ അവരുടെ കഷ്ടത കണ്ടു എന്ന് മോശയോട് പറയുന്ന ഭാഗമുണ്ട്. അപ്പം അർത്ഥം, ഞാൻ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ ആരാണ്? മത്സരികളാ. മന്ന തിന്നുന്നുണ്ട്, കാടപ്പക്ഷിയെ കഴിക്കുന്നുണ്ട്, തീക്കൽ പറയുന്ന വെള്ളം കുടിക്കുന്നുണ്ട്, ദൈവത്തിന്റെ നന്മയെല്ലാം കൈപ്പറ്റുന്നുണ്ട്, ഉത്സവങ്ങൾക്ക് കൂടുന്നുണ്ട്, സഭായോഗങ്ങൾക്ക് കൂടുന്നുണ്ട്. പക്ഷേ ആന്തരികമായി യാതൊരു മാറ്റവുമില്ല. ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ മത്സരികളാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവം ഒരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം? 25-ാം വാക്യത്തിൽ, യഹോവ നിങ്ങളെ നശിപ്പിക്കുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് കൊണ്ട്. സ്തോത്രം. മോശ പറയുക, യഹോവ നിങ്ങളെ നശിപ്പിക്കുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ 40 രാവും 40 പകലും വീണ് കിടക്കുകയാ. ഇങ്ങനെയുള്ള ഭാഷമാരൊന്നും ഇന്നില്ല. നമ്മളാണെ പറഞ്ഞ ദൈവത്തിന്റെ ന്യായവിധിയാണ്, ഗ്ലോറി ടു ഗോഡ് എന്ന് പറഞ്ഞ് നമ്മള് സ്ഥലം വിട്ടേ. മോശ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ഞാൻ യഹോവയോട് അപേക്ഷിച്ചു പറഞ്ഞു, കർത്താവായ യഹോവേ, നിന്റെ മഹത്വം കൊണ്ട് നീ വീണ്ടെടുത്ത് ബലമുള്ള കൈയാൽ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തെയും നിന്റെ അവകാശത്തെയും നശിപ്പിക്കരുതേ. നശിപ്പിക്കരുതേ. കണ്ടോ? അപ്പം മോശയാണ് ദാവീദിനേക്കാൾ മുൻപ് ഈ രാഗം ഉപയോഗിച്ചെന്നുള്ളത് കൺഫേം ആണ്. സ്തോത്രം. ഇനി കൂടാതെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഈ പാട്ട് നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. അവര് കൊയ്ത്ത് കാലത്ത് പാടിയിരുന്ന ഒരു പാട്ടാണ് ഇത്, നശിപ്പിക്കരുതേ എന്നുള്ള പാട്ട്. നിങ്ങൾ യെശയ്യാ പ്രവചനം വായിച്ചു നോക്കിയാൽ 65-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. 65-ന്റെ 8-ൽ. സ്തോത്രം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്, ഒരനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ദാസന്മാർ നിമിത്തം പ്രവർത്തിക്കും, എല്ലാവരെയും നശിപ്പിക്കയില്ല. അതുകൊണ്ട് അവിടെയും പറയുന്നുണ്ട് നശിപ്പിക്കരുത്. ഇത് കൊയ്ത്ത് കാലത്ത് ഇസ്രായേൽ മക്കൾ പാടിയിരുന്ന ഒരു പാട്ടായിട്ടാണ് ഇതിനെ ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ഇതൊരു ദാവീദ് മാത്രം ഇറക്കിയ ഒരു രാഗമൊന്നുമല്ല ഈ നശിപ്പിക്കരുത് എന്നുള്ളത്. സ്തോത്രം. ഇനി ദാവീദ് ഇത് പറഞ്ഞതിന്റെ ഒരു പശ്ചാത്തലം. സ്തോത്രം. ദാവീദിന് താൻ ഗുഹയിൽ പാർക്കുമ്പം ദാവീദിന്റെ കൈവാക്കിന്, ഞാൻ എൻ്റെ ഒരു നാടൻ ഭാഷാപ്രയോഗമാണ്, ദാവീദിന്റെ കൈവാക്കിന് തന്റെ നിത്യ ശത്രുവിനെ കിട്ടി. ആരെയാ? ശൗലിനെ. അപ്പൊ കൂടുള്ളവരൊക്കെ പറഞ്ഞു, ഇത് ദൈവം കൊണ്ട് തന്ന ചാൻസ് ആണ്, വിട്ടുകളയരുത്, ലക്കി ചാൻസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ദാവീദിനോട് ദൈവം പറഞ്ഞു കാണും, ദാവീദേ, അരുത്, നശിപ്പിക്കരുത്. സ്തോത്രം. അപ്പോൾ ദൈവം പറഞ്ഞ ആ ഒരു
കൺസെപ്റ്റിൽ നിന്നാണ് ദാവീദ് നശിപ്പിക്കരുത് എന്നുള്ള രാഗത്തിൽ ഇങ്ങനെ ഒരു സങ്കീർത്തനം എഴുതാനുണ്ടായ പശ്ചാത്തലം. ദൈവം പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ദാവീദേ, നീ നശിപ്പിക്കരുതെന്ന് പറഞ്ഞതിന്റെ കാരണം, ഗോലിയാത്ത് നിന്റെ കൈയാൽ നശിച്ചു, പക്ഷേ ശൗലിനെ നീ നശിപ്പിക്കരുത്. കാരണം ശൗൽ നിന്റെ കൈയാലല്ല, എന്റെ കൈയാലാണ് തീരേണ്ടത്. സ്തോത്രം. ദൈവത്തിന്റെ കൈയാൽ തീരേണ്ട ചിലതിനെ നീ കൈവെക്കാൻ പോകരുത്, അത് പൂർണ്ണമായി തീരുകയില്ല. സ്തോത്രം. ഇനി ദൈവം കൈവച്ചപ്പോൾ എങ്ങനെ കൈവച്ചേ? ആദ്യത്തെ അറ്റംപ്റ്റ് എങ്ങനായിരുന്നു ശൗൽ ദാവീദിന് നേരെ? സ്തോത്രം. ഭിത്തിയെ ചേർത്ത് കുന്തത്തിൽ ദാവീദിനെ കുത്തിക്കൊല്ലാൻ ആശ്രമിച്ചത്. ദൈവം ശൗലിന്റെ മേൽ കൈവച്ചപ്പോൾ, ദൈവം ശൗലിനെ നശിപ്പിച്ചപ്പോൾ എങ്ങനെ നശിപ്പിച്ചു? അതുപോലെ തന്നെ നശിപ്പിച്ചു. അത് ദാവീദിന്റെ തലയെ വെട്ടിയിട്ട്, സ്തോത്രം, ദാവീദിന്റെ തലയ്ക്ക് താഴോട്ടുള്ള ഉടല് മുതലുള്ള ശരീരഭാഗങ്ങൾ കൊണ്ടുപോയി ഒരു വീടിന്റെ ഭിത്തിയിൽ തറച്ചു വെക്കുകയായിരുന്നു. അർത്ഥാൽ എങ്ങനെ അഭിഷിക്തനായ ദാവീദിനെ കൊല്ലാൻ നോക്കിയോ, എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ രീതിയിൽ ദൈവം ശൗലിനെ നശിപ്പിച്ചു. സ്തോത്രം. ഒരു കാര്യം പരിശുദ്ധാത്മാവ് പറയുന്നു, വൈരാഗ്യവും പകയും നിന്റെ ഉള്ളിൽ വെക്കാതെ കാര്യം നീതിയോടെ വിധിക്കുന്നവന്റെ കയ്യിലേക്ക് നീ കൊടുത്താൽ, കാലം എത്ര കഴിഞ്ഞാലും ഏത് രീതിയിൽ നിന്നെ നശിപ്പിക്കാൻ നോക്കിയോ അതേ രീതിയിൽ തിരിച്ചടിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായ ഭാഷയിൽ ഇടപെടുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ ഈ സങ്കീർത്തനത്തിലേക്കൊന്ന് പ്രവേശിക്കുകയാണ്. ഈ 57-ാം സങ്കീർത്തനം, സ്തോത്രം, നമുക്ക് മനസ്സിലാകുന്നത് ദാവീദ് ഗുഹയ്ക്കകത്തിരുന്ന് പാടിയ സങ്കീർത്തനമാണ്. ദാവീദ് പല ഗുഹകൾക്കകത്തിരുന്നിട്ടുണ്ട്. പ്രധാനമായും നമുക്ക് 1 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായത്തിലും 24-ാം അധ്യായത്തിലുമാണ് തന്റെ ഗുഹയിലെ പാർപ്പ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദുല്ലാം ഗുഹയ്ക്കകത്ത് ദാവീദ് ഇരുന്നിട്ടുണ്ട്, അല്ലാതെയുള്ള ചില ഗുഹയ്ക്കകത്തും ഇരുന്നിട്ടുണ്ട്. സ്തോത്രം. അതിൽ ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം അദുല്ലാം ഗുഹയ്ക്കകത്താണെന്നാണ് ചില ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത്, അല്ലെന്ന് പറയുന്നവരും ഉണ്ട്. സ്തോത്രം. എന്തെങ്കിലും ആകട്ടെ, ഒന്നിലധികം പ്രാവശ്യം താൻ അദുല്ലാം ഗുഹയ്ക്കകത്ത് ഇരുന്നിട്ടുണ്ട് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായം. സ്തോത്രം. അപ്പൊ ഗുഹയ്ക്കകത്തിരുന്നാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതുന്നത്. സ്തോത്രം. ഞാൻ ഈ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് തുടങ്ങുകയാണ്. സ്തോത്രം. ഇതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, 57-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ദാവീദിന്റെ പ്രാർത്ഥന? സ്തോത്രം. ശത്രുവിന്റെ കയ്യിൽ നിന്നുള്ള വിടുതലിനായ പ്രാർത്ഥനയാണ് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുതലിനായിട്ടുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം. ഇനി നമ്മള് 2-ാമത്തെ ഭാഗമായിട്ട് 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് ദൈവത്തിന്റെ നന്മയെ ഓർത്ത് പാടുന്ന ഒരു ദാവീദിനെയാണ് കാണുന്നത്. സ്തോത്രം. അപ്പോൾ ശത്രുവിന്റെ വിടുതലിനായി താൻ ആദ്യത്തെ 5 വാക്യങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ 1-ാമത്തെ വാക്യത്തിനകത്ത് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. സ്തോത്രം. 2 പ്രാവശ്യം എടുത്തു പറയുകയാണ്, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. അവിടെ കരുണ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ബി മേഴ്സിഫുൾ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ദാവീദേ, എന്തിനാണ് കൃപയുണ്ടാകേണ്ടത്? സ്തോത്രം. 2 പ്രാവശ്യം പറയുന്നുണ്ട്, കൃപയുണ്ടാകണമേ, കൃപയുണ്ടാകണമേ. നിങ്ങൾ നോക്കി, 56-ാം സങ്കീർത്തനം തുടങ്ങുമ്പോഴും ദാവീദ് ഇതേ കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. 56-ാം സങ്കീർത്തനത്തിലും. സ്തോത്രം. എന്താണ്? ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ദാവീദ് പറയുന്നു എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പറയാൻ കാരണം, 1-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, താൻ കൃപയ്ക്ക് വേണ്ടി 56-ാം സങ്കീർത്തനത്തിലും 57-ാം സങ്കീർത്തനത്തിലും കൃപയ്ക്ക് വേണ്ടി താൻ വല്ലാതെ യാചിക്കാൻ കാരണം,
ചില ആപത്തുകൾ തന്നെ പിന്തുടരുകയാണ്. സ്തോത്രം. ആ ആപത്തുകൾ ഒഴിഞ്ഞു പോകേണ്ടതിനു വേണ്ടി അല്ല, ആ ആപത്തിൽ നിന്ന് താൻ ഒഴിഞ്ഞു പോകേണ്ടതിനു വേണ്ടി താൻ ദൈവത്തോട് കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ 20 ദിവസം സംബന്ധിച്ചവരോടും ഇതിനെ ആത്മാർത്ഥമായി കണ്ടവരോടും ഇത് ഗൗരവമായി ഇതിനെ വീക്ഷിച്ചവരോടും 20-ാം രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഇത് കേട്ടതുകൊണ്ട്, ഇതിൽ പങ്കെടുത്തത് കൊണ്ട്, ഇതിനെ ഗൗരവമായി കണ്ടതുകൊണ്ട് നിന്റെ തലയ്ക്ക് മീതെ വന്ന ചില ആപത്തുകൾ ഇന്ന് രാത്രി ഒഴിഞ്ഞു പോകുകയാണ്. സ്തോത്രം. ചില ആപത്തുകൾ ഇന്ന് രാത്രി നിന്റെ തലമുറയുടെ മേൽ നിന്ന്, നിന്റെ കുടുംബത്തിന്റെ മേൽ നിന്ന്, നിന്റെ സഭയുടെ മേൽ നിന്ന് പിശാച് നിന്റെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന പടവാളുകൾ പോലെ കൊണ്ടുവന്ന ചില ആപത്തുകൾ ഈ പ്രാർത്ഥനയിൽ ഒഴിഞ്ഞു പോകുന്ന കാഴ്ച ദൈവാത്മാവിനെ കാണിച്ചുകൊണ്ട് പറയുന്നു, ആപത്തുകൾ നിന്നെ വിട്ടൊഴിയേണ്ടതിനു വേണ്ടി ഇന്ന് രാത്രി കൃപയുടെ ഒരു പകർച്ച, കൃപയുടെ ഒരു വ്യാപാരം, കൃപയുടെ ഒരു കൈമാറ്റം പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ ഈ രാത്രി പകരുകയാണ്. സ്തോത്രം. ഇനി ഞാൻ ആ ഭാഗം വായിച്ചപ്പോ എന്നെ സ്പർശിച്ച ഒരു കാര്യം, സ്തോത്രം, ദാവീദ് ദൈവത്തോട് ആപത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ, അല്ല ആപത്ത് തന്നെ വിട്ടൊഴിഞ്ഞു പോകാൻ താൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് 56-ാം സങ്കീർത്തനത്തിലും 57-ാം സങ്കീർത്തനത്തിലും. പക്ഷെ ഞാൻ അവിടെ ഒരു കാഴ്ച കണ്ടു. സ്തോത്രം. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദാവീദിൽ ഞാൻ കണ്ടത്, സ്തോത്രം, ആ ആപത്തുകൾ ദാവീദിനെ വിട്ട് ഒഴിയുന്ന സമയം വരെ ആ ആപത്ത് ദാവീദിനെ തൊടാതിരിക്കാൻ ഒരു ചിറകിന്റെ നിഴൽ ദാവീദിന്റെ മീതെ കിടക്കുന്നു. മനസ്സിലായില്ലേ? എന്താ 1-ാം വാക്യത്തിൽ പറയുന്നത് കണ്ടില്ലേ? ആ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിന്റെ നിഴലിൽ, ആരോടോ കർത്താവിനോട് പറയുന്നു, നിന്റെ കുടുംബത്തിന് നേരെ കയറി വന്ന ആ ആപത്ത് നിന്നെ വിട്ടൊഴിയുന്നിടം വരെ അത് നിന്നെ തൊടാതിരിക്കാൻ ഒരു ചിറകിന്റെ നിഴൽ, ഒരു ചിറകിന്റെ കീഴെ പരിശുദ്ധാത്മാവ് നിന്നെ മറയ്ക്കുന്ന രാത്രിയാണിതെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഏതു മന്ത്രവാദികൾ ആഭിചാരം ചെയ്താലും, ഏത് 4-ാം വേദക്കാരൻ കെട്ടിയാലും ആ ആപത്ത് നിന്റെ വീടിനെ തൊടത്തില്ല, ആ ആപത്ത് നിന്റെ തലമുറയെ തൊടുകയില്ല, ആപത്ത് നിന്റെ മിനിസ്ട്രിയെ തൊടുകയല്ല. കാരണം ആ ആപത്തിനു നിന്നെ തൊടാൻ കഴിയാത്തൊരു ചിറകിന്റെ നിഴലിൽ ദൈവം നിന്നെ മറയ്ക്കുകയാ. ഒരു അസാധാരണകരമായ ചിറക് ഈ രാത്രിയിൽ നിന്നെ മറയ്ക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ശക്തമായ ദൂത് കൈമാറുകയാണ്. പ്രൈസ് ഗാഡ്. ഈ സങ്കീർത്തനത്തിലേക്ക് ഞാൻ വരുമ്പോൾ, സ്തോത്രം, ഒത്തിരി ആശയങ്ങൾ പറയണമെന്ന് എനിക്കുണ്ട്. സ്തോത്രം. വേഗം എനിക്ക് അവസാനിപ്പിക്കണം, എനിക്ക് ശേഷം മറ്റൊരു മീറ്റിംഗിലേക്ക് പ്രവേശിക്കാനുണ്ട്. സ്തോത്രം. ഞാൻ ഈ സങ്കീർത്തനത്തിലേക്ക് കയറുമ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ ഇവിടുന്ന് ചിന്തിക്കാൻ വേണ്ടി പോകുന്ന വിഷയത്തിലേക്ക് ഒന്ന് പ്രവേശിക്കട്ടെ. സ്തോത്രം. ഈ അതുല്ലാം ഗുഹയ്ക്കകത്തിരുന്ന ദാവീദ് ഈ ഗുഹയിൽ നിന്ന് പഠിച്ച അതിപ്രധാനപ്പെട്ട ചില പാഠങ്ങളാണ് ഇന്ന് രാത്രി നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. ഞാൻ മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, ഇത് നശിപ്പിക്കരുത് എന്നുള്ള രാഗത്തിലാണ് ഈ സങ്കീർത്തനം. ഇതൊരു ഈ രാഗം നശിപ്പിക്കരുത് എന്നുള്ളതാണെങ്കിൽ ഇതിനകത്തൊക്കെ ഒത്തിരി ദൂതുകൾ കിടപ്പുണ്ട്. സ്തോത്രം. ഞാനിത് വായിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്തോത്രം, ഈ ഗ്രീക്ക് ബൈബിളിൽ ഈ നശിപ്പിക്കരുത് എന്നുള്ളതിന് ഒരു പ്രത്യേക പദപ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. ആ പദപ്രയോഗങ്ങൾ പരിശോധിച്ചപ്പോൾ, സ്തോത്രം, ആപത്തുക്കളിൽ നശിച്ചു പോകരുത് എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. നശിപ്പിക്കരുത് എന്നുള്ളതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ ലിറ്ററൽ റൂട്ട് മീനിങ്ങിൽ കൊടുത്തിരിക്കുന്നത് ആപത്തിൽ നശിച്ചു പോകരുത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് ഈ ഇതിനകത്തുനിന്ന് കർത്താവ് 3 കാര്യങ്ങൾ കർത്താവ് നമ്മോട് പറയുന്നുണ്ട് ഈ രാഗത്തിനകത്തുനിന്ന്. ഒന്നാമത്തെ കാര്യം, സ്തോത്രം, സ്വയം നീ നശിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? സ്വയം നീ നശിക്കരുത്. എന്താ? ദൈവം നിനക്ക് തരുന്ന അവസരങ്ങൾ, ദൈവം നിനക്ക് തരുന്ന സമയം, ദൈവം നിനക്ക് തരുന്ന ചാൻസുകൾ സ്വയം നശിപ്പിക്കരുത്. സ്തോത്രം.
ഒന്നാമത്തെ ആശയം. ഇപ്പൊ എക്സാമ്പിൾ പറയാം. ഈ പത്രോസിന്റെ ആയുഷ്കാലത്ത് പത്രോസിന് കിട്ടാത്ത ഒരു ഫുൾപിറ്റാണ് കൊർന്നല്യോസിന്റെ വീട്. ഏതാ കൊർന്നല്യോസിന്റെ വീട്? ശതാധിപന. സ്തോത്രം. അപ്പൊ അദ്ദേഹം ഒരു ഓർഡർ ഇട്ടാൽ ആ ഓർഡറിനനുസരിച്ച് ചലിക്കാൻ 100 പേരുണ്ട്. അയാളെ പോലെ ഒരു മനുഷ്യന്റെ പെരക്കകത്ത് കയറാനുള്ള യാതൊരു വിദ്യാഭ്യാസമില്ല പത്രോസിന്. മുക്കുവന. 2, എന്തോ പറഞ്ഞ് കയറും. പക്ഷെ ദൈവം ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കി കൊടുത്തു. പത്രോസിനെ കയറ്റാൻ വേണ്ടി ദൈവത്തിന് എന്ത് ചെലവുണ്ടായെന്നറിയാമോ? കൊർന്നല്യോസിനെ ദർശനം കാണിപ്പിച്ച് പത്രോസിന്റെ അഡ്രസ് ദൂതനെ കൊണ്ട് കൊർന്നല്യോസിന് കൊടുപ്പിച്ച്, നോക്കിക്കേ, നിന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ, നിന്നെ 10 പേര് അറിയുന്ന ഒരിടത്ത് കയറ്റി നിർത്താൻ ദൈവം എന്തുമാത്രം അധ്വാനിക്കുന്നുണ്ടെന്നറിയാവോ? പക്ഷേ ദൈവം ഇത്രയെല്ലാം ഓപ്പൺ ആക്കി കൊടുത്തപ്പം ഈ പുള്ളിക്ക് പ്രോഗ്രാമും ഇല്ല, മീറ്റിങ്ങും ഇല്ല, ആരും വിളിക്കുന്നുമില്ല. പുള്ളി കുറച്ച് ദിവസമായിട്ട് ആ തോൽക്കൊല്ലിനായ ശീമോന്റെ വീട്ടിൽ ആ വെൺമാടത്തിൽ കയറി ഇരിക്കുക. അവരാണ്, ആ വീട്ടുകാരാണ് ചിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇയാളെ എങ്ങോട്ടല്ലെന്ന് പോയാൽ മതി എന്നോർത്ത്. കാരണം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഫുഡ് കൊടുക്കണ്ടേ. സ്തോത്രം. ചെറിയ കാര്യം. ഇപ്പൊ ഞാനൊക്കെ സത്യം പറഞ്ഞ ഗൾഫിലൊക്കെ പോകുമ്പോഴേ, ഞാനൊക്കെ ഈ ഒരു ദിവസം മീറ്റിംഗ് ഇല്ലെങ്കിൽ എന്തൊരു ടെൻഷനാണെന്നറിയാമോ? കാരണം നമ്മളൊരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പം ഒരു ദിവസം മീറ്റിംഗ് ഇല്ലെങ്കിൽ നമ്മൾ ആ വീട്ടുകാരുടെ ഭക്ഷണം കഴിക്കേണ്ടി വരും. അവരുടെ സ്ട്രഗിൾ ചെറുതാണോ? ഒരു രാവിലെ വൈകിട്ടും ഡ്യൂട്ടിക്ക് പോകുന്നവരാ. അപ്പം ചില ആളുകൾ നമ്മളോട് ചോദിക്കും, നമ്മൾ ഇന്ന് ചുമ്മാ ഇരിക്കുന്ന അപ്പാസ ഇന്ന് ആരും വിളിക്കില്ല എന്ന് ചോദിക്കും. അതുകൂടെ കേട്ട് കഴിയുമ്പം നമ്മുടെ നല്ല ജീവൻ അങ്ങ് പോകും. സ്തോത്രം. അപ്പം ഒരു കാര്യം വളരെ വ്യക്തമാണ്. പുള്ളിക്ക് കുറച്ച് ദിവസമായിട്ട് പ്രോഗ്രാം ഒന്നുമില്ല പത്രോസിന്. തോൽക്കൊല്ലനാ ശീമോന്റെ വീട്ടിൽ ഇരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ പുള്ളി ഇരിക്കുക അവിടെ. അപ്പോഴാണ് ദൈവം ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തത്. സ്വപ്നത്തിൽ കയറി ചെല്ലാൻ കഴിയാത്തൊരു പ്ലാറ്റ്ഫോം ദൈവം പത്രോസിന് ഒരുക്കി കൊടുക്കുക കൊർന്നല്യോസിന്റെ വീട്ടിൽ. പക്ഷേ പത്രോസ് എന്ത് ചെയ്താ പോകാൻ തയ്യാറല്ല. പുള്ളി അപ്പോഴും വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ യഹൂദനല്ലേ, അങ്ങനെ ജാതികളുടെ വീട്ടിൽ പോകാമോ? മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ദൈവം നിനക്കൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തരുമ്പം നിന്റെ സ്വഭാവം നിമിത്തം, നിന്റെ ക്യാരക്ടർ നിമിത്തം ദൈവം ഒരുക്കി തരുന്ന ആ പ്ലാറ്റ്ഫോം, ആ അവസരങ്ങൾ നശിപ്പിക്കരുത്. സ്തോത്രം. ആരോടോ ദൈവാത്മാവ് പറയുന്നു, നിന്റെ സ്വഭാവം നിമിത്തം അത് നിനക്ക് ലഭിക്കുന്ന അവസരങ്ങള്, ചോയ്സ്, പ്ലാറ്റ്ഫോമുകൾ നശിപ്പിക്കരുത്. അപ്പം നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ ദാവീദ് എഴുതിയതിന്റെ പുറകിൽ ദൈവത്തിന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, നീ നിന്നെ തന്നെ നശിപ്പിക്കരുത്. സ്തോത്രം. നിന്റെ ചിന്തകൾ കൊണ്ട്, വിചാരങ്ങൾ കൊണ്ട്, അനാവശ്യമായിട്ടുള്ള തോട്ടുകൾ കൊണ്ട് നീ നിന്നെ തന്നെ, ജഡത്തെയും ആത്മാവിനെയും കൺമഷപ്പെടുത്തുന്ന ചിലതിലൂടെ നീ നിന്നെ തന്നെ നശിപ്പിക്കരുത് എന്ന് പരിശുദ്ധാത്മാവാരോടോ പറയുന്നു ഇന്ന് രാത്രിയിൽ. സ്തോത്രം. ഇനി രണ്ടാമത്തെ കാര്യം കർത്താവ് പറയുന്നത്, സ്തോത്രം, ആ നശിപ്പിക്കരുത് എന്നൊരു രാഗത്തിലൂടെ കർത്താവ് രണ്ടാമത് പറയുന്ന കാര്യം, സ്തോത്രം, നീ മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. സ്തോത്രം. നോക്കിക്കേ, അതെ, നീ സ്വയം നശിക്കരുത്, 1. 2, നീ മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വാക്കാകട്ടെ, നമ്മുടെ പ്രവൃത്തിയാകട്ടെ, നമ്മുടെ ചിന്തയാകട്ടെ, നിരൂപണമാകട്ടെ, മറ്റൊരുത്തന്റെ കഞ്ഞി പാറ്റായിടാൻ, അവന്റെ വഴിയടയ്ക്കാൻ, അവന്റെ വേദിയെ തുരത്താൻ, അവന്റെ തലമുറകൾക്ക് കിട്ടേണ്ട നന്മകളെ അടയ്ക്കാൻ നീ മറ്റൊരാളെ നശിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് അതിനകത്തൂടെ ഇടപെടുന്നുണ്ട്. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഓടിപ്പോകട്ടെ. സ്തോത്രം. അപ്പോൾ ദൈവം പറയുന്നു, 1, സ്വയമായി നശിക്കരുത്. 2, മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. മൂന്നാമത്തെ കാര്യം ഗൗരവമുള്ള കാര്യമാണ്, അതുകൂടെ പറഞ്ഞ് ഞാൻ ഓടിപ്പോകട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ കയ്യാൽ നശിക്കാൻ നിൽക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്തോത്രം. ദൈവത്തിന്റെ കയ്യാൽ നശിക്കാൻ നിൽക്കരുത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ്, സ്തോത്രം, സ്തോത്രം, ശൗല് ദൈവത്തിന്റെ കയ്യാൽ നശിക്കപ്പെട്ടു. ഇനി ദാവീദ് തന്നെ പേടിച്ച് പ്രാർത്ഥിച്ചില്ലേ? എന്ത്? ആയുഷിന്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ ദൈവമേ. സ്തോത്രം. എന്താ? അത് ദൈവത്താൽ നശിക്കപ്പെടും എന്നൊരു ഭയം ദാവീദിനുണ്ടായി. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്വയം നശിക്കരുത്, മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. 3, ദൈവത്തിന്റെ കയ്യാൽ നശിക്കപ്പെടത്തക്ക രീതിയിലുള്ള പാപങ്ങളിൽ അകപ്പെടരുത്.
മരണകരമായ പാപങ്ങളിൽ അകപ്പെടരുത് എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഈ സങ്കീർത്തനത്തിന് ഒരു പേരുണ്ട്. ബൈബിൾ സ്കോളേഴ്സ് ഈ സങ്കീർത്തനത്തിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ആ പേര് ഞാൻ ഒന്ന് ഒറ്റ വാക്കിൽ പറയുകയാണ്. ഈ 11 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിന് ബൈബിൾ സ്കോളേഴ്സ് കൊടുത്തിരിക്കുന്ന ഒരു പേര് ഫ്രം ദ കേവ് ടു എബോവ് ദ ഹെവൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രം ദ കേവ് ടു എബോവ് ദ ഹെവൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഹയിൽ നിന്ന് സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ദാവീദ് എന്നാണ് അവർ വിളിച്ചിരിക്കുന്നത്. ആള് ഗുഹയ്ക്കകത്താണ് ഇരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഗുഹയിൽ നിന്ന് ആത്മതലത്തിലൂടെ അദ്ദേഹം സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതാണ് ഈ സങ്കീർത്തനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് ഓടിപ്പോകാം. സ്തോത്രം. ദൈവം നിന്നെ ചില പീരീഡിൽ ഒളിപ്പിച്ചിരിക്കുന്ന സമയങ്ങൾ കാണും, ഒളിപ്പിച്ചിരുത്തിയിരിക്കുന്ന സമയങ്ങൾ കാണും. 3.5 കൊല്ലം ദാവീദിനെ ഒളിപ്പിച്ചിരുത്തിയതുപോലെ 3.5 കൊല്ലം ഏലിയാവിനെ ദൈവം ഒളിപ്പിച്ചിരുത്തി. സ്തോത്രം. ദൈവം ഒളിപ്പിച്ചിരുത്തുന്ന കാലഘട്ടത്തിൽ നീ ഒളിച്ചു തന്നെ ഇരുന്നോണം. സ്തോത്രം. അത് നീ പുറത്തു വരാനോ സ്വയം ഫ്ലെക്സ് അടിച്ച് കൺവെൻഷൻ നടത്താനോ തുനിയരുത്. പിന്നെ ദൈവം നിന്നെ എപ്പോൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നോ അതുവരെയും നീ ഒളിവിലിരിക്കുക. സ്തോത്രം. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ കർമ്മേലിൽ തീ ഇറക്കിക്കൊണ്ടായിരിക്കും നിന്റെ അരങ്ങേറ്റമെങ്കിൽ അത് ആരോടോ കർത്താവ് പറയുന്നു, ദൈവം ചിലരുടെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് ചിലരെ കർമ്മേലിൽ നിർത്തുന്ന വർഷമാണ് ഈ 2025 എന്ന് ദൈവാത്മാവ് ഇടപെടുമ്പോൾ നീ ചെയ്ത പഴയ ശുശ്രൂഷയല്ല, ഇനി നീ ചെയ്യാൻ പോകുന്നത് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക്. ചിലരുടെ ഒളിവ് ജീവിതം കഴിഞ്ഞ് ദൈവാത്മാവ് ചിലരെ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആധികാരികമായി ഇടപെടുന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്തോത്രം, ഈ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഏകദേശം 1000 പേർക്ക് ഇരിക്കാനുള്ള വലിപ്പം ഉണ്ടെന്നാണ് പറയുന്നത് ഈ അദുല്ലാം ഗുഹയ്ക്ക്. സ്തോത്രം. അതിനെക്കുറിച്ചൊരു ബൈബിൾ പണ്ഡിതൻ പറയുന്നത് ഈ ഗുഹയുടെ വാതിക്കൽ ഒരല്പം വെട്ടമുണ്ട്, പക്ഷെ ഗുഹയ്ക്കകത്ത് വലിയ ഇരുട്ടാണെന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ദാവീദ് ഈ ഗുഹയ്ക്കകത്തെ ഇരുട്ടിലേക്ക് പോയിട്ട് അതിന്റെ വാതിക്കലുള്ള ആ വെളിച്ചത്തെ നോക്കിക്കൊണ്ടാണ് ദാവീദ് ഈ സങ്കീർത്തനം പാടിയതെന്നാണ് ആ ചിന്തകൻ അഭിപ്രായപ്പെടുന്നത്. എന്തെങ്കിലും ആകട്ടെ, ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന 1-2 കാര്യങ്ങൾ, സ്തോത്രം, അത് ഇത്രയേ ഉള്ളൂ. സ്തോത്രം. ഈ സങ്കീർത്തനത്തിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം. സ്തോത്രം. ദൈവം ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ സങ്കീർത്തനം വായിച്ചപ്പം 57-ാം സങ്കീർത്തനത്തിൽ ദൈവം ദാവീദിനെ തകർക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ദാവീദ് അവിടെ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിടിഞ്ഞു പോയിരിക്കുന്നു, ഞാൻ തകർന്നിരിക്കുന്നു എന്നൊക്കെ ദാവീദ് പറയുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദാവീദിനെ ദൈവം തകർക്കാൻ ഏൽപ്പിച്ചു കൊടുത്തതാണ്. സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കിക്കോ, തലയിൽ തൈലാഭിഷേകം വീണിട്ട് ഒരു 10 വർഷങ്ങളുടെ അലച്ചിലിന് ശേഷമാണ് ഇദ്ദേഹം സിംഹാസനത്തിലേക്ക് വരുന്നത്. പക്ഷേ അഭിഷേകം തലയിൽ കിടപ്പുണ്ടെങ്കിലും 10 വർഷത്തിലെ അലച്ചിൽ, ചിലരുടെയൊക്കെ ലൈഫിൽ അത് നിന്റെ തലയിൽ രാജകീയ അഭിഷേകമാ ദൈവം പകർന്നിരിക്കുന്നെങ്കിൽ ഇപ്പൊ നീ അലച്ചിലിന്റെ പീരീഡിലാണ്. പക്ഷെ അധികം താമസിക്കാതെ നിന്റെ അലച്ചിൽ തീരും, നീ ഒരു സിംഹാസനത്തിൽ വന്നിരിക്കുമെന്ന് ദൈവാത്മാവ് ചിലരോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷെ എനിക്ക് കർത്താവ് ഇവിടെ നൽകി തന്നൊരു ചിന്ത, തകർക്കാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്താലും പണിയാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്താലും ഒരാളെ തകർക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനകത്തൂടെയോ പണിയാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനകത്തൂടെയോ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ആ കാര്യം ഈ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഞാൻ ആ കാര്യം എടുത്തു പറയാൻ കാരണം 2 വാക്യങ്ങളിലും ഈ കാര്യം തന്നെയാണ് പറയുന്നത്. 5-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണ് 5-ാം വാക്യത്തിൽ? ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. കണ്ടോ എന്താ അവിടെ പറയുന്നത്? നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. ഇനി 11-ാം വാക്യം എന്താ പറയുന്നത്? സെയിം കാര്യമല്ലേ പറയുന്നത്? എന്താ പറയുന്നത്? ദൈവമേ, നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ.
ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. സ്വന്തം പുത്രനെ തകർത്ത് കളയാൻ ഇഷ്ടം തോന്നിയ പിതാവായ ദൈവത്തിന് എന്നെയോ നിന്നെയോ തകർത്ത് കളയാൻ അനുവാദം കൊടുക്കുന്നത് ഒരു പുതിയ വിഷയമേ അല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആരോടോ കർത്താവ് പറയുന്നു, 2025 നിന്നെ തകർക്കാനാണെങ്കിലും നിന്നെ പണിയാനാണെങ്കിലും നിന്നെ തകർക്കാൻ വിട്ടുകൊടുക്കുന്നതിലൂടെയാണെങ്കിലും നിന്നെ പണിയാൻ ഏൽപ്പിക്കപ്പെടുന്നതിലൂടെയാണെങ്കിലും ദൈവത്തിന് ഒറ്റ കാര്യമേ ഉള്ളൂ, മഹത്വം മുഴുവൻ അവനിൽ ചെല്ലണം. സ്തോത്രം. മഹത്വം മുഴുവൻ അവന്റെ പരക്കണം സർവഭൂമിയിലും. ആരോടൊക്കെയോ കർത്താവ് പറയുന്നു ഇന്ന് രാത്രിയിൽ, അത് ദൈവം നിന്നെ തകർക്കാൻ അത് ഉദ്ദേശിക്കുന്നെങ്കിൽ, ദൈവം നിന്നെ പണിയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന്റെ അകത്തൂടെ ദൈവം ഉദ്ദേശിക്കുന്നത് അവന്റെ മഹത്വം അതിലൂടെ സകല ഇടങ്ങളിലും പരക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് എന്തിനു തയ്യാറാകാനും ഈ രാത്രിയിൽ ഒന്ന് സമർപ്പിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ആധികാരികമായി ഓർപ്പിക്കുന്നു. സ്തോത്രം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിഷയത്തിലോട്ട് കിടക്കാം. സ്തോത്രം. ഈ ഗുഹയ്ക്കകത്ത് വെച്ച്, ഈ അദുല്ലാം ഗുഹയ്ക്കകത്ത് വെച്ച്, അല്ലെങ്കിൽ ഈ ഗുഹയ്ക്കകത്ത് വെച്ച് ദാവീദ് പഠിച്ച അതിപ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഞാൻ വേഗം ഒന്ന് പറഞ്ഞിട്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. സ്തോത്രം. ഈ ഗുഹയ്ക്കകത്ത് വെച്ച് ദാവീദ് പഠിച്ച 4 കാര്യങ്ങൾ. സ്തോത്രം. ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്തോത്രം. ഒന്നാമത്തെ കാര്യം 1-ാം വാക്യത്തിൽ തന്നെ ഉണ്ട്. സ്തോത്രം. എന്താണ് ഒന്നാമത്തെ വാക്യത്തിലെ ദാവീദിന്റെ പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം? ദൈവത്തോട് ദാവീദ് പറയുകയാണ്, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ വാക്ക് വീണ്ടും ദാവീദ് അതേ വാക്യം അവസാനിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഇവിടെ ദാവീദിനോട് ചോദിക്കാം, ദാവീദ് നീ 2 പ്രാവശ്യം ഇവിടെ പറയുന്നുണ്ട് ഞാൻ നിന്നെ ശരണം പ്രാപിക്കും. എന്താണ് ഈ വാക്യത്തിലൂടെ ദാവീദ് പഠിച്ച ഒരു പാഠമാണ്? ഈ അദുല്ലാം ഗുഹയ്ക്കകത്തൂടെ ദാവീദ് പഠിച്ച ഒരു പാഠമാണ് അവിടെ കാണുന്നത്. എന്താ? സ്തോത്രം. ഒന്നാമത്തെ പാഠം. സ്തോത്രം. ദാവീദ് മനസ്സിലാക്കിയ ഒന്നാമത്തെ പാഠം, തന്റെ ഒറിജിനൽ അഭയകേന്ദ്രം, തന്റെ ഒറിജിനൽ ശരണകേന്ദ്രം യഹോവയിലാണെന്ന് ദാവീദ് ഈ ഗുഹയ്ക്കകത്തിരുന്നാ പഠിച്ചത്. സ്തോത്രം. ഞാന് അതിനൊരു ഉദാഹരണം പറയുന്നത്, തന്റെ ഒറിജിനൽ അഭയകേന്ദ്രം അല്ലെങ്കിൽ തന്റെ ഒറിജിനൽ ശരണം ഈ ഗുഹയിൽ ഇരുന്ന് യഹോവയിലാണെന്ന് ദാവീദ് പഠിക്കുകയാണ്. അത് ഇവിടെ ഇരുന്ന ദാവീദ് പഠിക്കുന്നത്. സ്തോത്രം. മനസ്സിലായില്ലേ? ചില ആളുകളെ ചിലത് പഠിപ്പിക്കാൻ ദൈവം ചില ഗുഹയ്ക്കകത്തിരുത്തും. സ്തോത്രം. ദൈവം ചില ആളുകളെ ചിലത് പഠിപ്പിക്കാൻ ചില സംഭവങ്ങളിലൂടെ കൊണ്ടുപോകും. ഇവിടെ ഈ അദുല്ലാം ഗുഹയ്ക്കകത്ത് വെച്ചാണ് ദാവീദ് ഒന്നാമത് മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്, എന്റെ ഒറിജിനൽ അഭയകേന്ദ്രം, എന്റെ ഒറിജിനൽ ശരണം യഹോവയിലാണ്. എന്താണ് അതിന്റെ തെളിവ്? സ്തോത്രം. നമുക്ക് ഈ ദാവീദ് ഓടിപ്പോയ ഈ ഗുഹ, അദുല്ലാം ഗുഹ തന്നെ ആയിക്കോട്ടെ. സ്തോത്രം. അദുല്ലാം എന്ന വാക്കിന്റെ അർത്ഥം ആശ്രയം എന്നാണ്. അദുല്ലാം എന്ന വാക്കിന്റെ അർത്ഥം ആശ്രയം എന്നാണ്, അല്ലെങ്കിൽ അഭയ കേന്ദ്രം എന്നാണ്. സ്തോത്രം. സത്യത്തിൽ എന്തിനാണ് ദാവീദ് ഇങ്ങോട്ട് വന്നത്? സ്തോത്രം. ദാവീദ് വന്നത് ശൗലിനെ ഭയന്ന് ഓടി നടക്കുക, ശൗൽ ഒരു വേട്ടപ്പട്ടിയെ പോലെ തന്നെ പിന്തുടരുക, ആ ശൗലിന്റെ കയ്യിൽ നിന്ന് ഒരു അഭയം പ്രാപിക്കുകയാണ് ഇവിടെ ഈ ഗുഹയ്ക്കകത്ത്. പക്ഷേ ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസ്സിലായി, എന്താ, ഇതും എനിക്ക് ഒരു പെർമനന്റ് ആയിട്ടുള്ള അഭയകേന്ദ്രമല്ല. കാരണം തപ്പി 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 ശൗൽ അവിടെയും വന്നു. സ്തോത്രം. എവിടെ താൻ ഒളിച്ചാലും, സ്തോത്രം, അവിടെ എല്ലാം ശത്രു പിന്തുടരുകയാ. ദാവീദേ, പേരിന് മാത്രമേ ഉള്ളൂ ഇതൊരു അഭയകേന്ദ്രം, പേരിന് മാത്രമേ ഉള്ളൂ ഇതൊരു ആശ്രയ സ്ഥലം. തനിക്ക് ഇതൊരു ആശ്രയമായിരിക്കും, ഇതൊരു അഭയമായിരിക്കുമെന്നോർത്താണ് ദാവീദ് ഇവിടെ വന്ന് താന് വിശ്രമിക്കുന്നത്. പക്ഷെ മണിക്കൂറുകൾക്കകം തന്റെ ഈ വിശ്രാമ കേന്ദ്രം, തന്റെ ഈ അഭയ കേന്ദ്രത്തിൽ ശത്രു തന്നെ തേടി വന്നപ്പോൾ ദാവീദിന് മനസ്സിലായി, ഇത് തന്റെ ഒറിജിനൽ ശരണകേന്ദ്രമല്ല, ഇത് തന്റെ ഒറിജിനൽ അഭയ കേന്ദ്രമല്ല. ഇന്ന് രാത്രി ആരോടോ ദൈവാത്മാവ് പറയുന്നു, നിന്നെ
ഒരു പ്രശ്നത്തിൽ സഹായിച്ച ആ വ്യക്തിയുണ്ടല്ലോ, അവരല്ല നിന്റെ ഒറിജിനൽ ശരണകേന്ദ്രം. നിനക്ക് ചില സന്ദർഭങ്ങളിൽ ആശ്വാസം പകർന്ന ചില ആളുകളുണ്ടല്ലോ, അവരല്ല നിന്റെ അഭയകേന്ദ്രം. സ്തോത്രം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരു പ്രാവശ്യം സഹായിച്ചുകൊണ്ട് എപ്പോഴും നീ സഹായം ചോദിച്ചാൽ അവർ തരണമെന്നില്ല. ഒരു പ്രാവശ്യം നീ ആശ്രയിച്ചത് കൊണ്ട് എപ്പോഴും അവർ നിനക്ക് ആശ്രയം തരണമെന്നില്ല. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നീ മനസ്സിലാക്കും, നീ ചിന്തിച്ചവരോ നീ പ്രതീക്ഷിച്ചവരോ നീ അത് ഉറ്റവരെന്ന് കരുതിയവർ ഇവരാരുമല്ല നിന്റെ ഒറിജിനൽ ശരണകേന്ദ്രം. നിനക്കൊരു ഒറിജിനൽ ശരണകേന്ദ്രം ഉണ്ടെങ്കിൽ അത് യഹോവയാം ദൈവത്തിലാണ്. ഇന്ന് രാത്രിയിൽ അത് നീ എത്ര പ്രാവശ്യം മുട്ടിയാലും പരാതി പറയാത്ത, നീ എത്ര പ്രാവശ്യം ചോദിച്ചാലും ഇല്ലെന്ന് പറയാത്ത, നീ എത്ര പ്രാവശ്യം അത് സഹായം ചോദിച്ചാലും അത് നാളെ ആയിരുന്നെങ്കിൽ തരാമെന്ന് പറയാത്ത ഒരൊറ്റ ഒറിജിനൽ അഭയകേന്ദ്രമേ ഉള്ളൂ. അവന്റെ പേരാണ് യാഹ്, അവന്റെ പേരാണ് യഹോവ എന്ന ദൈവം. ഇന്ന് രാത്രിയിൽ ഈ ഗുഹയ്ക്കകത്തു നിന്നാണ് ദാവീദിന് പറയാൻ കഴിയുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു, അത് യഹോവ എന്റെ ശരണമാകുന്നു. അതുകൊണ്ട് ദാവീദ് പറയുന്നു, ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞിടെ, സ്തോത്രം, ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒരു വീട് റെന്റിനെടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എത്രയാണ് അതിന് വാടക എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഒരു വാടക തുക പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്തൃദാസനെ, ഈ വാടക തുകയിലൊക്കെ ജീവിക്കാനുള്ള ഒരു മീറ്റിംഗ്സുകൾ നമുക്കുണ്ടാകുമോ? സ്തോത്രം. ഈ പൊതു ശുശ്രൂഷയേ ഉള്ളൂ, അപ്പൊ എപ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ. അപ്പൊ അദ്ദേഹം എന്നോട് എടുത്തതായി പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു അച്ഛനുണ്ട്, പുള്ളി നേരത്തെ ഞാൻ താമസിച്ചപ്പോൾ പുള്ളിയായിരുന്നു എനിക്ക് എല്ലാ മാസവും വാടക അയച്ചു തന്നുകൊണ്ടിരുന്നത്. പുള്ളിയിൽ നിന്നായിരുന്നു എനിക്ക് സോഴ്സ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ പുള്ളിയോട് ഈ വാടകയുടെ കാര്യം പറഞ്ഞില്ല, പക്ഷെ ഞാൻ വീട് മാറുക എന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹമായിരിക്കും എന്നെ സഹായിക്കുന്നതെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ മിണ്ടിയില്ല. അദ്ദേഹം പുതിയ വീടെടുത്തു, അദ്ദേഹം താമസം തുടങ്ങി. സ്തോത്രം. ആദ്യത്തെ മാസം വാടക കൊടുക്കേണ്ട സമയമായപ്പം അച്ഛൻ അമേരിക്കയിലാണ്, അദ്ദേഹത്തിന് വിളിച്ചു, അച്ഛാ വാടക കൊടുക്കാൻ സമയമാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, പാസ് വീട് മാറിയോ? വീട് മാറി. എത്രയാണ് വാടക? ഇത്ര. പുള്ളി എടുത്ത വായ്പ പറഞ്ഞു, ഒരു രക്ഷയില്ല പാസ്, ഇപ്പം കുറച്ച് ടൈറ്റാന്ന് പറഞ്ഞു. പിന്നെ പാസ് പറഞ്ഞു, ഞാൻ അച്ഛനെ കണ്ടോണ്ടാ വീട് മാറിയെന്ന് പറഞ്ഞു. അദ്ദേഹം ചിരിച്ചോണ്ട് ചോദിച്ചു, ദേവാസനെ, എന്നെ കൊണ്ടോണ്ടാണോ വീട് മാറിയത്? നമ്മുടെ ആശ്രയം കർത്താവല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞത്. ഫോൺ കട്ടി. സ്തോത്രം. ഞാൻ അതിനകത്തുനിന്ന് മനസ്സിലാക്കിയ കാര്യം, ഒരു പ്രാവശ്യം ചിലപ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്തെന്ന് വരാം, ഒരു പ്രാവശ്യം വീട്ടിൽ കിടത്തിയെന്ന് വരാം, ഒരു പ്രാവശ്യം ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞെന്ന് വരാം. പക്ഷേ ഇവിടെ ആരും പെർമനന്റ് ആയിട്ടുള്ള അഭയം കൊടുക്കില്ല, പെർമനന്റ് ആയിട്ടുള്ള ആശ്രയം കൊടുക്കില്ല. ആരെങ്കിലും ഒക്കെ കണ്ടോണ്ട് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്നെ ഒരു ഗുഹയ്ക്കകത്ത് കൊണ്ടിരുത്തി ദൈവം നിന്നെ പഠിപ്പിക്കുകയാണ്, കേൾപ്പിക്കുകയാണ്, നിനക്കൊരു ഒറിജിനൽ അഭയകേന്ദ്രമുള്ളത് അത് അതുല്ലാം ഗുഹയല്ല ദാവീദേ, അത് യഹോവയിലാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ദൈവത്തിൽ ശരണപ്പെടാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഞാൻ ഇന്നലെയാണോ മിനിഞ്ഞാന്നാണ് ഓർക്കുന്നില്ല, ഏതോ ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, അവരോട് പറ, നിങ്ങൾ ജോലിയുടെ വിഷയം പറഞ്ഞ് വീട്ടിൽ സംസാരിക്കാതെ, ജോലി പോകുമോ ജോലി പോകത്തില്ലയോ, കൂടുള്ള ആരാണ്ടൊക്കെ ടെർമിനേഷൻ ലെറ്റർ കൊടുത്തു, ഇനി നമുക്കാണോ, ഒരു ഡിസ്കഷനാ വീട്ടിൽ. കർത്താവ് പറഞ്ഞു, ജോലിയുടെ കാര്യം നിന്റെ വീട്ടിൽ സംസാരിക്കരുത്, കാരണം ജോലി തരുന്നത് ഞാനാണ്. സ്തോത്രം. നിന്റെ മനസാക്ഷി മൊത്തം വഷളായി. ഇപ്പം ജോലി ജോലി ജോലി, ഇതാണ് മനസാക്ഷിക്കകത്ത് മുഴുവൻ. നിന്റെ മനസാക്ഷി ക്രിസ്തുവിന്റെ ഏകാഗ്രതയിലേക്ക് മടങ്ങി വരണം. സ്തോത്രം. ഈ രാത്രിയിൽ ആരോടോ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, നിന്റെ ഒറിജിനൽ ശരണം യഹോവയിലാണെന്ന് ഈ രാത്രിയിൽ മനസ്സിലാക്കാൻ ദൈവാത്മാവ് വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ കാര്യം, ദാവീദ് അതുല്ലാം ഗുഹയ്ക്കകത്തിരുന്ന് പഠിച്ച രണ്ടാമത്തെ കാര്യം, പ്രതിസന്ധിയുടെ നടുവിൽ പാടാൻ ദാവീദ് പഠിച്ചു. അതൊരു നല്ല പഠിത്തമായിരുന്നു. സ്തോത്രം. പ്രതിസന്ധിയുടെ നടുവിൽ പാടാൻ ദാവീദ് പഠിച്ചു. നിങ്ങൾ ആ സങ്കീർത്തനത്തിലേക്ക് വന്ന്, സ്തോത്രം, 57-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുകയാണ്. 8-ാം വാക്യത്തിലേക്ക് നോക്കിക്ക്, 8-9 കൊണ്ട് നോക്കിക്ക്. എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവരെ ഉണരുവീൻ, ഞാൻ അധികാലത്തെ ഉണരും,
കർത്താവെ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ നിന്നെ കീർത്തനം ചെയ്യും. എനിക്കൊരു ചോദ്യം, ദാവീദ് പഠിച്ച രണ്ടാമത്തെ കാര്യമാണ്. പ്രതിസന്ധിയുടെ നടുവിൽ ദാവീദ് പാടുവാൻ പഠിച്ചു. എനിക്ക് ദാവീദിനോട് ചോദ്യം, പാടാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണോ ഇപ്പം? ദാവീദ് പറഞ്ഞു അല്ല. പാടാൻ പറ്റുന്ന സാഹചര്യത്തിലാണോ ഇപ്പം? അല്ല. നമുക്കും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നാളെ സഭായോഗമാണല്ലോ. രാവിലെ ഇറങ്ങാൻ നേരത്ത്, സഭായോഗത്തിന് ഇറങ്ങാൻ നേരത്ത് നിങ്ങൾ ഒരു നെഗറ്റീവ് വാർത്ത കേട്ടതെങ്കിൽ നിങ്ങൾ സഭായോഗത്തിൽ പോയിരുന്ന് ആരാധിക്കുമോ? മനസ്സ് തുറന്ന് പാടുക. നിങ്ങൾ റോബോട്ടിനെ പോലെ ഇരിക്കും. എങ്ങനെ? കൈ അടിക്കുന്നതായിട്ട് അഭിനയിക്കും, വാ തുറക്കുന്നതായിട്ട് ചലിപ്പിക്കും. നിങ്ങൾ ഈ ലോകത്തൊന്നുമായിരിക്കുകയില്ല. കാരണം മനുഷ്യൻ എപ്പോഴും മൂഡ് സ്വിങ് ഉള്ളവനാണ്. അവന്റെ മാനസികാവസ്ഥ അനുസരിച്ചാണ് ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ. സ്തോത്രം. പക്ഷേ ദാവീദിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത, അതുല്ലാം ഗുഹ അവനെ പഠിപ്പിച്ച പ്രത്യേകത, ഏത് പ്രതിസന്ധിയുടെ നടുവിലും പാടാൻ ദാവീദ് പഠിച്ചു. സ്തോത്രം. എന്തായിരുന്നു ദാവീദിന്റെ പ്രതിസന്ധി നോക്കാം. ദാവീദ് മാനസികവും ശാരീരികവുമായ പ്രതിസന്ധിയിലായിരുന്നു. രണ്ട് തലത്തിലും ദാവീദ് പ്രതിസന്ധിയിലായിരുന്നു. സ്തോത്രം. നോക്കിയേ, നമുക്ക് ആ സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരാം. സ്തോത്രം. ഇവിടെ ദാവീദ് പറയുന്ന പ്രതിസന്ധി വളരെ ഗൗരവമുള്ള പ്രതിസന്ധിയാണ്. 7-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് മാനസിക പ്രതിസന്ധി നോക്കാം. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഇപ്പൊ ദാവീദ് പറയുകയാണ്, എന്റെ മനസ്സ് എന്ത് ചെയ്തിരിക്കുക? ഉറച്ചിരിക്കുകയാ. പക്ഷേ 6-ാം വാക്യത്തിൽ ദാവീദ് എന്താ പറഞ്ഞത്? സ്തോത്രം. 6-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞത്, എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അപ്പൊ മനസ്സിടിയത്തക്ക രീതിയിലുള്ള എന്തോ പ്രതിസന്ധി ദാവീദിന് വന്നു. തന്നെ അവര് പിന്തുടരുന്നുണ്ടെന്നുള്ള വാർത്ത ദാവീദ് കേട്ടു. കിട്ടിയാ തീർക്കുമെന്നുള്ള വാർത്ത ദാവീദ് കേട്ടു. മനസ്സ് മുഴുവൻ ഇടിഞ്ഞിരിക്കുക. ഈ മെസ്സേജ് കേൾക്കുമ്പോ തന്നെ കർത്താവിനോട് പറയുന്നു, മനസ്സിടിയുന്ന എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്നവരുണ്ട്. സ്തോത്രം. മനസ്സുമല്ലാതെ ഇടിഞ്ഞിരിക്കുകയാ. സ്തോത്രം. എന്താ മനസ്സിടിയാനുള്ള കാരണം? 4-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, കാരണം എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു. അയ്യോ, നാളെ താൻ ജീവനോടുണ്ടോന്ന് അറിയത്തില്ല. അടുത്ത പ്രഭാതത്തിൽ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ താൻ ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ ദാവീദ് പറയുകയാണ്, എന്റെ പ്രാണൻ എവിടെ ഇരിക്കുന്നു? സിംഹങ്ങളുടെ ഇടയിൽ. സിംഹം എന്നല്ല പറഞ്ഞ, ബഹുവചനം. സിംഹങ്ങളുടെ ഇടയിൽ. 2 സിംഹങ്ങളാ. ആരാ 2 സിംഹങ്ങൾ? സ്തോത്രം. ഒരു സിംഹം ഉറപ്പായിട്ടും ശൗലാണ്. ഒരു സിംഹം ആഖീഷാണ്. സ്തോത്രം. ഈ 2 സിംഹങ്ങളുടെ ഇടയിലാണ് ദാവീദ് പറയുന്നു, എന്റെ പ്രാണൻ ഇരിക്കുകയാ. അയ്യോ, അപ്പൊ പിന്നെ എങ്ങനെയാ ദാവീദ് മനസ്സിടിയാതിരിക്കുന്നത്? തനിക്ക് നാളത്തെ ഭാവിയെ കുറിച്ചൊരു ധാരണയില്ല. നാളെ എനിക്ക് ആയുസ്സുണ്ടോ, ഭാവിയുണ്ടോ, സിംഹാസനമുണ്ടോ, ഇനി ഒരു ജീവിതമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിധമായ ഉറപ്പും തനിക്കില്ല. മനസ്സിടിഞ്ഞിരിക്കുന്നു. ആരൊക്കെയോ തനിക്ക് വേണ്ടി വലകൾ വിരിച്ചിരിക്കുന്നു. തന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ മാനസികമായും ഇടിഞ്ഞിരിക്കുന്നു, ഞാൻ പ്രാണൻ നഷ്ടപ്പെടുന്ന പ്രതിസന്ധിയിലിരിക്കുകയാ. പക്ഷെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദാവീദ് പറയുകയാണ്, എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവരെ ഉണരുക. ആദ്യകാലത്തെ ഞാൻ ഉണരും, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ നിന്നെ കീർത്തനം ചെയ്യും. ചോദിക്കാം, ദാവീദ്, ഇത്രയും പ്രതിസന്ധികൾ മാനസികവും ശാരീരികവുമായി നിനക്ക് ഇരിക്കുമ്പോൾ നീ എങ്ങനെയാ ദൈവത്തെ സ്തുതിക്കുന്നത്? ദാവീദ് പറയുകയാണ് 7-ാം വാക്യത്തിൽ, എന്റെ മനസ്സ് ഇപ്പോൾ ഉറച്ചിരിക്കുന്നു. 2 പ്രാവശ്യം പറഞ്ഞു, ദൈവമേ, എന്റെ മനസ്സ് ഇപ്പോൾ ഉറച്ചിരിക്കുന്നു.
എന്താ ദാവീദ് നീ അങ്ങനെ പറയാൻ കാരണം? ദാവീദ് പറഞ്ഞു, സ്തോത്രം, എന്റെ മനസ്സിടിഞ്ഞും എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ അകപ്പെട്ടും പോയ ഒരു സന്ദർഭത്തിൽ ഞാൻ ദൈവത്തോട് ശരണം അപേക്ഷിച്ചു. ആ ശരണം അപേക്ഷിച്ചപ്പോൾ ദൈവം എന്റെ പ്രാണന് പോറൽ പറ്റാതെ, ദൈവം എന്റെ കാലുകൾ വലയിൽ കുടുങ്ങാതെ അവൻ എന്നെ അതിനകത്തുനിന്ന് വിടുവിക്കുമെന്ന് എനിക്കൊരു ഉറപ്പ് തന്നു. ആ ഉറപ്പാണ് എന്റെ മനസ്സിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ മനസ്സിൽ ഞാൻ ഉറച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന് പാടുകയാണ് ഇന്ന് രാത്രി. അതുകൊണ്ട് ആ 34 സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. എന്റെ ജീവിതത്തിൽ ഗുണത്തിന്റെ കാലമാകട്ടെ, നാശത്തിന്റെ കാലമാകട്ടെ, സുഖത്തിന്റെ കാലമാകട്ടെ, ദുഃഖത്തിന്റെ കാലമാകട്ടെ, ഏതു കാലം വന്നാലും അതിന്റെ ഇടയിൽ നിന്ന് എന്നെ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഞാൻ സേവിക്കുന്നത് കൊണ്ട് എനിക്കുറപ്പുണ്ട്, അവൻ എന്നെ ഏതു കാലത്തിലും വിടുവിക്കാൻ ശക്തനാണ്. അതുകൊണ്ട് പ്രതിസന്ധികളുടെ നടുവിൽ എന്റെ ആരാധന നിൽക്കത്തില്ല. പ്രതിസന്ധിയുടെ നടുവിൽ കിന്നരം ഉപയോഗിച്ച് ഞാൻ പാടുകയാണ്. ഇത് തന്നെയാണ് അത് ഹബക്കുക്ക് പറഞ്ഞത്. ഹബക്കുക്ക് പറഞ്ഞു, ഞാൻ ഭയങ്കര നഷ്ടത്തിലാ. എന്താ നഷ്ടം? അത്തിവൃക്ഷം തളിർക്കുന്നില്ല, മുന്തിരിവള്ളി ഫലം തരുന്നില്ല, ഗോശാലകളിൽ കന്നുകാലികളുണ്ട്, എല്ലാം നഷ്ടമാണ് എന്റെ ചുറ്റും. എനിക്ക് ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്ങും ഇല്ല, ഭൗതികമായ ഒരു വിടുതൽ ഉണ്ടാകുന്നില്ല. പക്ഷെ ദാവീദ് പറയുന്നു, അത് ഇതൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോഴും ഹബക്കുക്ക് പറയുന്നു, ഇതൊന്നും എന്റെ ആരാധനയെ ബാധിക്കത്തില്ല, ഞാൻ എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഉല്ലസിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ മനസ്സിടിഞ്ഞിട്ടോ, അത് മനസ്സുകൊണ്ടും ശാരീരികമായും പ്രതിസന്ധിയിൽ അകപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നീ പാടാതിരിക്കരുത്. നിന്റെ ദൈവം ഇതിനകത്തു നിന്നെ വിടുവിക്കാൻ ശക്തനാണെന്ന് ഉള്ളത്തിൽ അന്തരംഗത്തിൽ ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറ, എന്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ കിന്നരം കൊണ്ടവനെ പാടും, ഞാൻ കിന്നരം കൊണ്ടവനെ പാടും, ഞാൻ അവനെ കീർത്തനം ചെയ്യും. ഈ അതുല്ലാം ഗുഹ ദാവീദിനെ പഠിപ്പിച്ചു, പ്രതിസന്ധിയുടെ നടുവിൽ പാടുവാൻ പഠിപ്പിച്ചു. ഈ രാത്രിയിലെ മെസ്സേജ് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ രണ്ട് ഒപ്പീനിയനും പറഞ്ഞ് പോകാതെ നിന്റെ മോശപ്പെട്ട സാഹചര്യത്തിനകത്തും പാടാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. നിന്റെ ഏത് പ്രതിസന്ധിയുടെ സാഹചര്യത്തിനകത്തും പാടാൻ പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. മൂന്നാമത് ദാവീദ് പഠിച്ച കാര്യം ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മൂന്നാമത് ദാവീദ് പഠിച്ച കാര്യം, സ്തോത്രം, അതുല്ലാം ഗുഹയിൽ നിന്ന് പഠിച്ച കാര്യം, എങ്ങനെ വിജയം കൈവരിക്കണമെന്ന് ദാവീദ് പഠിച്ചു. എങ്ങനെ വിജയം കൈവരിക്കണമെന്ന് ദാവീദ് ഈ ഗുഹയ്ക്കകത്തു നിന്നാണ് പഠിച്ചത്. സ്തോത്രം. രണ്ടാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അയ്യോ, ആ ഭാഗത്തിന് ഒത്തിരി തർജ്ജിമകളുണ്ട് കേട്ടോ. ഈ ഒരു വാക്യം മാത്രമല്ല, എന്താ, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ എന്നുള്ള ഒരു തർജ്ജിമ മാത്രമല്ല, ഒത്തിരി തർജ്ജിമകളുണ്ട് ആ ഭാഗത്തിന്. ഒരു തർജ്ജിമയെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് വേണ്ടി വാദിക്കുന്ന ദൈവം എന്നാണ്. ഇവിടെ നമ്മുടെ മലയാളം ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് സകലവും നിർവഹിക്കുന്ന ദൈവം എന്നാണ്. മറ്റൊരു തർജ്ജിമയെ കൊടുത്തിരിക്കുന്നത് എനിക്ക് വേണ്ടി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വാദിക്കുന്ന ദൈവം എന്നാണ്. വേറൊരു തർജ്ജിമയെ കൊടുത്തിരിക്കുന്നത് സ്തോത്രം, എന്റെ ആവശ്യങ്ങൾ തീർത്തു തരുന്ന ദൈവം എന്നാണ്. സ്തോത്രം. അപ്പം വിവിധ തർജ്ജിമകൾ കൊടുത്തിരിക്കുക. സ്തോത്രം. ആട്ടെ, ദാവീദിനോട് ചോദിക്കാം, ദാവീദേ, എങ്ങനെ വിജയം കൈവരിക്കണമെന്ന് ഈ ഗുഹയിൽ നിന്ന് പഠിച്ചു? സ്തോത്രം. എങ്ങനെ വിജയം കൈവരിക്കേണ്ടത്? രണ്ടാം വാക്യത്തിന്റെ ഫസ്റ്റ് പോർഷൻ, അത്യുന്നതനായ ദൈവത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? വിളിച്ചപേക്ഷിക്കുന്നു. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഐ വിൽ ക്രൈ അൻടു ഗോഡ് മോസ്റ്റ് ഹൈ. ഐ വിൽ ക്രൈ. ഞാൻ കരയുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ആരോടോ കർത്താവ് പറയുന്നു, കരയാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ നിന്റെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ നിനക്കൊരു ദൈവമുണ്ട്. സ്തോത്രം. ആരോടോ ദൈവാത്മ പറയുന്നു, കരഞ്ഞവരാരും തോറ്റ ചരിത്രമില്ലെങ്കിൽ, അതെ, കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ, ഇന്ന് രാത്രിയിൽ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ദാവീദേ,
നിന്റെ കാര്യത്തെ ഭംഗിയായി നിർവഹിക്കാൻ, നിനക്ക് വേണ്ടി വാദിക്കാൻ, നിന്റെ ആവശ്യങ്ങൾ നിവർത്തീകരിച്ചു തരാൻ നിനക്ക് വേണ്ടി കരുത്തനായൊരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ദാവീദ് പറയുന്നു, എനിക്കറിയാം എന്റെ കാര്യം നിർവഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്, എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എനിക്കുണ്ട്. പക്ഷെ ആ ദൈവത്തെ കൂട്ടുപിടിച്ച് ഞാൻ വിജയം കൈവരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്തേ മതിയാകൂ. ഐ വിൽ ക്രൈ. സ്തോത്രം. ഞാൻ അവന്റെ മുമ്പിൽ കരഞ്ഞേ മതിയാകൂ, ഞാൻ അവന്റെ മുമ്പിൽ താഴ്ന്നേ മതിയാകൂ, ഞാൻ താഴ്മ വഹിച്ചേ മതിയാകൂ. ഇന്ന് രാത്രി ആരോടോ കർത്താവ് പറയുന്നു, പാസ്റ്റർ അറിയാതെ, വിശ്വാസികൾ അറിയാതെ, ഭർത്താവ് അറിയാതെ, ഭാര്യ അറിയാതെ, മക്കളറിയാതെ ഒറ്റയ്ക്ക് കരയുന്നവരും കണ്ണുകൾ തൂകുന്നവരും അത് പ്രാർത്ഥനാ മുറിയിൽ കരയുന്നവരും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നീ തോറ്റവനെന്ന് ലോകം വിളിച്ചാലും കാലം വിളിച്ചാലും ദൈവാത്മാവ് പറയുന്നു, ഈ മണ്ണിൽ നിന്ന് നീ വിട പറയുന്നതിന് മുൻപ് നിന്റെ തോൽവിക്ക് മുഴുവൻ പരിഹാരമായി ഒരു അസാധാരണ ജയം നിനക്ക് കൊണ്ടുത്തരാൻ നിന്റെ കണ്ണുനീരിന് ശക്തിയുണ്ടെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ആരോടൊക്കെ ഇടപെടുന്നു. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തിൽ ചോദിക്കട്ടെ, പ്രാർത്ഥിക്കാൻ വേണ്ടി പായലിരിക്കുമ്പോൾ ഹൃദയം തുറന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? കഴിഞ്ഞ ദിവസം ഒരാളിനോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കും, വാദിച്ചു പ്രാർത്ഥിക്കും, ഘോരഘോരാത്തം ബൈബിളിലെ വാക്യങ്ങൾ മൊത്തം ചൊല്ലി പ്രാർത്ഥിക്കും. നീ ചൊല്ലിയിലേലും വാക്യങ്ങൾ ബൈബിളിൽ കാണും. സ്തോത്രം. പക്ഷേ എനിക്ക് കരയാൻ പറ്റുന്നില്ല. നീ ഒരു ഡേഞ്ചർ സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പേര് പറയാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഇരുന്നത് മാത്രം ഞാൻ കണ്ടു. പുള്ളിയുടെ ഷർട്ടും മുണ്ടും എല്ലാം ഞാൻ നോക്കിയപ്പോൾ വെള്ളം കോരി ഒഴിച്ചതുപോലെ ഞാൻ ദൈവത്തോട് അന്ന് രാത്രി പറഞ്ഞു, ആ മനുഷ്യന്റെ കൊടുത്ത കൃപ എനിക്കൂടെ തരണം. ഇപ്പൊ കണ്ണി കുത്തിയിട്ട് പോലും കരയാൻ പറ്റുന്നില്ല പലർക്കും. സ്തോത്രം. ഈ രാത്രിയിൽ കർത്താവിനോട് പറയുന്നു, കുഞ്ഞെ നിന്റെ പരാജയമാണത്. ഈ രാത്രിയിൽ നിനക്ക് വിജയം കൈവരിക്കാനുള്ള ഏക മാർഗം കരയുക, പ്രാർത്ഥിച്ചോണം. ഇന്ന് ഈ മെസ്സേജ് തീർന്ന ആശീർവാദം പറയുന്നതിന് മുമ്പ് ആരെയാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചോണം, ദൈവമേ കരയാൻ. ആരും കാണണ്ട, ലോകത്തിന്റെ മുമ്പിൽ കരയാതെ ദൈവത്തിന്റെ മുമ്പിൽ കരയാൻ അത് എനിക്കൊരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിര്. അവിടെ തുടങ്ങും നിന്റെ ജയത്തിന്റെ ആരംഭം. അവിടെ തുടങ്ങും നിന്റെ ജയത്തിന്റെ വലിയ ആഘോഷങ്ങൾ. സ്തോത്രം. അതുകൊണ്ട് ദാവീദ് ഈ ഗുഹയിൽ നിന്ന് പഠിച്ച മൂന്നാമത്തെ കാര്യം, എങ്ങനെ വിജയം കൈവരിക്കാമെന്ന് താൻ പഠിച്ചു. നാലാമത്തെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. പ്രതിസന്ധിയുടെ നടുവിൽ വാക്തത്വങ്ങൾ പ്രൊക്ലെയിം ചെയ്യാൻ ദാവീദ് പഠിച്ചത് ഈ ഗുഹയിൽ വെച്ചാണ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഒന്ന്, ദാവീദ് പഠിച്ചത് ഒറിജിനൽ ശരണം യഹോവയാണെന്ന് ഈ ഗുഹയിൽ വെച്ച് പഠിച്ചു. രണ്ട്, പ്രതിസന്ധിയുടെ നടുവിൽ പാടാൻ ദാവീദ് ഈ ഗുഹയിൽ വെച്ചാണ് പഠിച്ചത്. മൂന്ന്, സ്തോത്രം, എങ്ങനെ വിജയം കൈവരിക്കാമെന്ന് ദാവീദ് പഠിച്ചത് ഈ ഗുഹയിൽ വെച്ചാണ്. സ്തോത്രം. നാലാമത്തെ കാര്യം, പ്രതിസന്ധിയുടെ നടുവിൽ വാക്തത്വങ്ങൾ പ്രൊക്ലെയിം ചെയ്യാൻ ദാവീദ് പഠിച്ചത് ഇവിടെ വെച്ചാണ്. സ്തോത്രം. നിങ്ങൾ മൂന്നാമത്തെ വാക്യം ശ്രദ്ധിച്ച്, മൂന്നാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, ദൈവം തന്റെ ദയയും വിശ്വസ്തതയും അയക്കുന്ന ദൈവമാണ്. ഇതൊക്കെ വാക്തത്വങ്ങളാണ്. ദൈവം എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്ന ആളുകൾ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ വിടുവിക്കുന്ന രക്ഷിക്കുന്ന ദൈവമാണ്. സ്തോത്രം. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പറയും, ദൈവമേ നിന്റെ ദയ ആകാശത്തോളം ഉണ്ട്, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം വലുതായതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ല. കാരണം ആകാശത്തോളം വലിയ ദയയുള്ള, മേഘങ്ങളോളം വലിയ വിശ്വസ്തതയുള്ള ദൈവത്തിന് എന്നെ ഈ വിഷയങ്ങളിൽ നിന്ന് വിടുവിക്കാൻ കഴിയും. ദാവീദ് വാക്തത്വങ്ങൾ വാരി എറിഞ്ഞുകൊണ്ട് പ്രൊക്ലെയിം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഈ മെസ്സേജ് കേൾക്കുമ്പോൾ, സ്തോത്രം, നീ ചില പ്രതിസന്ധിയിലായിരിക്കാം, ചോദ്യചിഹ്നത്തിന് മുന്നിലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രിയിൽ ആ വിഷയത്തിന് നേരെ വാക്തത്വങ്ങൾ വാരി എറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? സ്തോത്രം. നീ രോഗിയായിരിക്കാം, വാ തുറന്ന് പറ, യഹോവ റാഫ എന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. നീ സൗഖ്യമാക്കുന്ന ദൈവമെന്ന വാക്തത്വത്തെ നീ ക്ലെയിം ചെയ്യ്. സ്തോത്രം. നീ ബന്ധിക്കപ്പെട്ടവനായിരിക്കാം,
പക്ഷെ ഇന്ന് രാത്രിയിൽ നീ വാക്തത്വം ക്ലെയിം ചെയ്യാൻ, നിന്നെ കുറിച്ചുള്ള ദൈവിക വാക്തത്വങ്ങൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു പ്രയോഗം കൂടെ ഇതിനകത്തുണ്ട്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 1-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഈ ചിറകിൻ നിഴൽ എന്നുള്ള പ്രയോഗം, സ്തോത്രം, 3 ഭാഗങ്ങളിൽ ഞാൻ കണ്ടു. സ്തോത്രം. ഒന്ന് 34-ാം സങ്കീർത്തനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ചിറകിൻ നിഴലിൽ എന്ന ഒരു പ്രയോഗം അവിടെ കിടപ്പുണ്ട്. 34-ാം സങ്കീർത്തനത്തിൽ കിടപ്പുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ 36-ാം സങ്കീർത്തനം, 36-ാം സങ്കീർത്തനം അതിൽ കിടപ്പുണ്ട് ചിറകിന്റെ നിഴലിൽ എന്നൊരു പ്രയോഗം. സ്തോത്രം. ഇനി അത് മാത്രമല്ല, അത് വീണ്ടും 57-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ, 63-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾ 36-ാം സങ്കീർത്തനം 7-ാം വാക്യം, 36-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത്, മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അത് തന്നെയാണ് ദാവീദ് പറഞ്ഞത്, നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ് 57-1 പറഞ്ഞത്. 63-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ അതിന്റെ ഡീപ്നെസ് കൂടി 63-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറയുകയാണ്, നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ, നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കും എന്ന് പറഞ്ഞാൽ, എനിക്ക് ആനന്ദം കണ്ടെത്താൻ, ശരണം കണ്ടെത്താൻ, ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നിടം വരെ എനിക്ക് പാർക്കാൻ ഏക സ്ഥലമുണ്ട്, അത് അങ്ങയുടെ ചിറകിൻ നിഴലിലാണെന്ന് ദാവീദ് ആ വാക്തത്വങ്ങൾ പ്രൊക്ലെയിം ചെയ്ത് പ്രാപിക്കുകയാണ്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി നമുക്കും ദൈവസന്നിധിയിലേക്കൊന്ന് വിധേയപ്പെടുത്തി കൊടുക്കാം. ദാവീദിനെ പോലെ നമുക്കും ഇന്ന് രാത്രിയിൽ പറയാം, എനിക്കൊരു ഒറിജിനൽ ശരണമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കുന്നു. പ്രതിസന്ധിയുടെ നടുവിൽ പാടുവാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. സ്തോത്രം. എങ്ങനെ വിജയം കൈവരിക്കാമെന്നുള്ളത് അത് ഞാൻ ഇന്ന് രാത്രി മനസ്സിലാക്കുന്നു. എന്റെ വിഷയങ്ങൾ എനിക്ക് എതിരായിരിക്കുമ്പോൾ, ഞാൻ മാനസികമായും ശാരീരികമായും പ്രതിസന്ധികൾ അകപ്പെട്ടിരിക്കുമ്പോഴും വാക്തത്വങ്ങൾ വാരി വിതറി പ്രൊക്ലെയിം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ ദാവീദിനെ പോലെ ഇന്ന് രാത്രി ഞാൻ തയ്യാറാകുന്നു. അത് 20-ാം രാത്രി കർത്താവ് പറയുന്നു, ചില ആപത്തുകൾ നിന്നെ പിന്തുടരുന്നുണ്ട്, പക്ഷേ ആപത്തുകൾ നിന്റെ ലൈഫിൽ നിന്ന് ഒഴിയുന്നിടം വരെ എന്റെ ദൈവത്തിന്റെ ചിറകിന്റെ നിഴൽ നിന്റെ വീട് വിട്ടു പോകത്തില്ലെന്ന്, നിന്റെ കുടുംബത്തെ വിട്ടു പോകത്തില്ലെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ അത് ഒരു സ്വർണഗീതം നമ്മിൽ നിന്ന് പുറത്തു വരാൻ നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. നശിപ്പിക്കരുത് എന്നുള്ള രാഗത്തിൽ സ്വയം നശിക്കാതെ, ആരെയും നശിപ്പിക്കാൻ ശ്രമിക്കാതെ, ദൈവത്തിന്റെ കരത്തിൻ കീഴിൽ നശീകരണത്തിലേക്ക് പോകാതെ, ഇന്ന് രാത്രിയിൽ ദാവീദ് അതെല്ലാം ഗുഹയിൽ നിന്ന് പഠിച്ചതുപോലെ ചിലത് പഠിച്ചെടുത്ത് ഈ രാത്രി കർത്താവേ കരയാൻ ഞങ്ങൾക്കൊരു കൃപ നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ സ്തോത്രം ഈ മെസ്സേജ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, ഈ രാത്രി ഞങ്ങൾക്ക് നൽകിയ നല്ല തിരുവെഴുത്തുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. ഈ രാത്രി ഞങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോഴും ഞങ്ങളുടെ വീടിന്റെ മുകളിൽ, ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു ചിറക് നിൽക്കുന്നത് ഞങ്ങൾ ആത്മാവിൽ കാണുന്നു. ഒരു ചിറക് ഞങ്ങളുടെ വീടിന്റെ മുകളിൽ നിഴല് പോലെ നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നു. അതേ ആപത്തുകൾ ഒഴിയുന്നിടം വരെ ആ ചിറകിന്റെ നിഴലിൻ കീഴിൽ ഞങ്ങളായിരിക്കുന്നു. അങ്ങയുടെ മേഘം അത് ഇസ്രായേൽ ജനത്തിന്റെ തലയ്ക്കുമീതെ നിന്നതുപോലെ ഈ രാത്രി ഞങ്ങളുടെ തലയ്ക്കുമീതെ നിൽക്കുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ 20 ദിവസങ്ങൾ ഞങ്ങൾക്ക് ഉപവസിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവവചനത്തിൽ നിന്ന് വിവിധ കർത്തൃദാസന്മാരിലൂടെ കേൾപ്പാനൊക്കെ കൃപ നൽകിയല്ലോ. ഞങ്ങളുടെ ഉള്ളത്തിൽ കിടന്ന വചനം കത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അത് 100 മേനിയായി ഫലം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. HTCയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും കർത്തൃദാസനെയും കുടുംബത്തെയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ തങ്കച്ചൻ പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. പിതാവായ ദൈവത്തെ സ്നേഹം, പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും
നമ്മളോട് നാമോർത്ത പ്രാർത്ഥന സകല വിശ്വത്തോടെ വിശ്വസിച്ച ഈ ഡിവൈസിൽ കയറിയിരിക്കുന്ന സകല വ്യക്തികളോടും കൂടെ ഇന്ന് കർത്താവിന്റെ മടങ്ങി വരെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമുക്ക് ജയം തന്നെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ നമ്മളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആമേൻ, ആമേൻ. താങ്ക് യു ഓൾ. ആമേൻ. സഹോദരം, ഇതോടുകൂടി നമ്മുടെ രാത്രിയിലെ ഉപവാസ പ്രാർത്ഥനയുടെ മീറ്റിംഗ് ആമേൻ അവസാനിക്കുകയാണ്. നാളെ ഉപവാസം കഴിയുകയാണല്ലോ. കടന്നു വന്ന ഇതുവരെ പ്രാർത്ഥനയിൽ സഹകരിച്ച എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ